എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഹലോ ചേട്ടാ, അന്ന് പഞ്ചായത്തിലൊന്ന് അടിയുണ്ടാക്കിയ പയ്യനില്ലേ, ഇവിടെ വന്ന് ഞങ്ങളെ കടിച്ചിട്ടുണ്ടല്ലോ, വീട്ടിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. അവന്റെ അപ്പോഴത്തെ ദേഷ്യം കണ്ടു കഴിഞ്ഞാ അങ്ങേരെ അവൻ കൊല്ലുന്ന തോന്നുന്നു. സാറേ, ആ കോളേജ് പോയി ഞങ്ങളെ അടിച്ചിട്ടിട്ട് ആ കാരണം അവരടുത്തേക്ക് ഓടിപ്പോയിരിക്കുക. ഞങ്ങളെ പേടി. എടാ പന്നക്കറവാ, കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല, ഉള്ളത് പറഞ്ഞോളാം. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം മതി. നോണ പറഞ്ഞാലോ മാറ്റി പറഞ്ഞാലോ തന്റെ തലയാനടിച്ചു വിളിക്കും. ഈ നാട്ടിലെ ജമീന്ദാന്മാരുടെ സ്വത്തുക്കൾ എങ്ങനെയോ തന്റെ പേരിലെത്തിയത്? ആ പറയേ. ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അവര് തമ്മില്. എങ്ങനെയാടോ കത്തിക്കൂത്തി മരിച്ചത്? പറയടാ, അന്ന് ആ റൂമിൽ എന്താ സംഭവിച്ചെന്ന് പറയേ. താൻ പറയുന്നുണ്ടോ തലയടിച്ചു പൊളിക്കണോ? പറയാം പറയാം. പെണ്ണിനെ വിളിച്ചിട്ട് വരൂ. കെട്ടിമേളം. എന്താ നടന്നത്? താൻ പറയുന്നോ തല ഞാൻ അടിച്ചു പൊളിക്കണം? പറയാം പറയാം, ഞാൻ പറയാം. അന്നൊരു ദിവസം വാ വാ ഇരിക്കി. ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം. നിനക്ക് ഇഷ്ടപ്പെട്ട കൊഞ്ച്, ചിക്കൻ ഫ്രൈ എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഡയാന, കൂട്ടുകാരെന്ന് വെച്ചാ നീയാടാ. എന്റെ വായിക്ക് രുചി മാത്രമല്ല, എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡയാനെ നീ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്നു. ഡയാന നിന്റെ അല്ലടാ, ഡയാന എന്റെ. ബ്രോ, വാട്ട് ആർ യു ടോക്കിംഗ്? അതെന്റെ ഗേൾഫ്രണ്ടാ. ഇംഗ്ലീഷുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ വെള്ളക്കാരിയെ എനിക്ക് തന്നിട്ടാ പോയത്. എന്താടാ ഈ പറയുന്നേ? 5 വർഷവും 6 മാസവും എന്റെ കൂടെ ലണ്ടനിലുണ്ടായിരുന്നു. എടാ വിവരമില്ലാത്തവനെ, അവള് പറഞ്ഞ ലണ്ടനെ എന്റെ വീടിന്റെ പേരാ. എടാ മണ്ടപ്പരിശേ, നീ പറഞ്ഞ ബ്രിട്ടൻ ഈ ബംഗ്ലാവിന്റെ പേരാടാ. അതപ്പോ എങ്ങനെ ശരിയാവും? 6 മാസം നിന്റെ കൂടെ 6 മാസം എന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നോ? അത് കാൽപന്തോ ക്രിക്കറ്റോ, അവൾ എന്താണെന്ന് വെച്ചാ കാണിക്കട്ടെ. അവളെ എനിക്ക് തന്നെ വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷൻ ആടാ. അതല്ലടാ, അവളെ എനിക്ക് മാത്രം വേണം. വേണ്ട, വഴക്കുണ്ടാക്കരുത്. ഇല്ല, അവൾ എന്റെ, എനിക്ക് തന്നെ വേണം. അല്ല, എന്റെ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് തന്നെ വേണം, എനിക്ക് തന്നെ വേണം. നോക്കി അവള് പറയുന്നത്, അവളുടെ വായി നിന്നെ മുത്തൊന്ന് വിളിച്ചത് കേട്ടോ? ഡയാന, നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കിട്ട് പറ, നമ്മൾ ഒന്നല്ലേ? ഞാനോ അതോ ഇവനോ? അയ്യോ, അത് നിങ്ങളുടെ അവിടുത്തെ ശീലമാ. ഇവിടെ അതൊക്കെ തെറ്റാണ്. തെറ്റാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നേ? യു ഗൈസ് ആർ ഓൾറെഡി മാരീഡ്. അയ്യോ, അതിന്റെ ഇടയ്ക്ക് ലോജിക്ക് പറയാൻ സമയമില്ല. ഡയാന, ഡയാന എന്റെയാ. ഡയാന എന്റെയാടാ. അല്ല, എന്റെയാടാ. എന്റെയാ. ഡയാന, പോടാ. എന്താ ആ പെണ്ണിന് വേണ്ടിയാണോ മരിച്ചത്? പെണ്ണുങ്ങൾക്ക് വേണ്ടി എത്രയോ തല്ലി നടന്നിരിക്കുന്നു, അതുപോലെ ഒരെണ്ണം. അല്ല, ഈ കാര്യം താൻ എങ്ങനെ അറിഞ്ഞു? ആ ഫ്രെയിമില് ചെറിയൊരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കണില്ലേ? ആ കുട്ടി ഞാനാ. അതെന്റെ മമ്മിയാ. പക്ഷെ ഇതൊരു ഇംഗ്ലീഷുകാരൻ കുഞ്ഞല്ലേ? തമിഴ്നാട്ടിലെ വെയിൽ കൊണ്ട് എല്ലാ കളറും പോയി. അല്ല, താനെങ്ങനെ ജമീന്ദാരായത്? അവർക്ക് ആളൊന്നിന് 1000 ഏക്കർ ഉണ്ടായിരുന്നു. എന്റെ മമ്മി അതിൽ 500 ഏക്കറും ഇതിൽ 500 ഏക്കറും എന്റെ പേരിൽ എഴുതി വെച്ചു. അവർക്ക് ബാക്കി 500 മിച്ചം വെച്ചു. അതുകൊണ്ട് 1000 ഏക്കർ കൊണ്ട് ഞാൻ ജമീന്ദാറായി. ഇത് പറഞ്ഞ ഗ്രാമത്തിലെ പ്രശ്നം തീരില്ലടോ. എന്റെ മമ്മി അങ്ങനെയുള്ളവളാണെന്ന് ഞാൻ എങ്ങനെ പറയും? അതിന് പ്രൂഫ് എന്താ?
നിങ്ങളൊക്കെ പുറത്തു പോടാം. പോ, പോ, എല്ലാവരും പോ. ഞാൻ നോക്കിക്കോളാം. എന്താ കാണിക്കുന്നത്? നിങ്ങളുടെ മുത്തശ്ശന്മാരുടെ പേഴ്സണൽ പ്രോബ്ലം തമിഴ് മലയാളം പ്രശ്നമാക്കി മാറ്റിയതാ. ഈ കാര്യം ഗ്രാമത്തിലുള്ളവരെങ്ങനെ അറിഞ്ഞ അവരെല്ലാവരും ഒന്നിച്ചിട്ട് നിങ്ങൾ രണ്ടു കുടുംബത്തെ ഒറ്റപ്പെടുത്തി കളയും. ഇനി വേറെ ഓപ്ഷനൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നായി നിങ്ങളുടെ മോളെ എനിക്ക് കിട്ടിച്ചേർന്നു. കേശവ, മരിച്ചുപോയവരുടെ മാനം ഇനി കളയണോ? മാപ്പ് ചോദിക്കുന്നോ അതോ ഈ നാട് വിട്ടു പോകുന്നോ? എടാ മുത്തു, ഇവനേലും നല്ല ചെക്കനെ നിനക്ക് എവിടുന്ന് കിട്ടാനാടാ? മുത്ത്, മാപ്പ് ചോദിക്കടാ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയണം. നീ മിണ്ടാതിരിക്കട കിളവാ. എന്ത് കാരണത്താൽ നമ്മുടെ മുത്തച്ഛന്മാർ മരിച്ചോ ആ സ്ഥലത്ത് നിന്ന് വാക്ക് തരുന്നു, ഇനി മേലിൽ നമ്മുടെ ഇടയിൽ ഒരു വഴക്കമുണ്ടാവില്ല. അതിന് സാക്ഷിയായി എന്റെ മകളെ ഞാൻ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോവുക. ഒരുമിച്ച് നിന്നാൽ സന്തോഷമായിരിക്കും. 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 ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നിന്നാൽ സന്തോഷമായിരിക്കും. കണ്ടോടി, എന്റെ ഐഡിയ എങ്ങനെ വർക്കൗട്ട് ആയതെന്ന് കണ്ടോ? ഇവൻ അടി കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ടു കൂട്ടരെയും പ്രശ്നമില്ലാതാക്കി ഒരുമിപ്പിച്ചത് കണ്ടില്ലേ? അതാണ് ഞാൻ. ഇത്രയും വർഷം ഞങ്ങളുടെ സ്വത്ത് അനുഭവിച്ച് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ. ഈ ചടങ്ങുന്ന് തീരട്ടെ, എന്നിട്ട് നോക്കാം. ഇവിടെ ആർക്കും ആരെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാ ആര് വായ തുറന്നാലും നാട്ടുകാർക്കെല്ലാം 3 പേരുടെയും കഥയെല്ലാം അറിയാൻ പറ്റും. മുഖത്ത് കാറി തുപ്പും അവര്. സോ ഇതിന് മുന്നത്തെ പോലെ തന്നെ ആസിറ്റീസ കണ്ടിന്യൂ ചെയ്യാം. അല്ല, നമ്മുടെ റിവെഞ്ച് ചെയ്യാൻ വന്നവന്റെ അവസ്ഥ എന്താ? ഓ, കിഡ്നാപ്പ് ചെയ്ത ശേഷം എന്റെ മുത്തശ്ശിയുടെ സ്വഭാവം തന്നെ മാറി. അവനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്ത് ചെയ്തോ എന്തോ. ഒരു മിനിറ്റ് അച്ഛാ. അച്ഛാ, അയ്യോ അയ്യോ, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. മുഹൂർത്തം മാറ്റി തന്നെ വേണം. അതിന്റെ ആവശ്യമില്ല. കല്യാണ ചെക്കനെ മാറ്റി. എന്താടാ പറയുന്നത് റൂത്തർ ഫുഡ്? കല്യാണ ചെക്കന് വയ്യാന്ന് പറഞ്ഞ് മുഹൂർത്തം മാറ്റാതെ എങ്ങനെ കല്യാണ ചെക്കനെ മാറ്റുന്നേ? നമുക്ക് സാറ്റർഡേ നോക്കാം. ആ ചെയ്യാം. ആ വാ. വാടി. എന്താ